പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 5:5 തിരുവചനം പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ മനുഷ്യൻ കർത്താവിൽ നിന്ന് അകന്നു പോവുകയാണ്. കർത്താവ് അവരെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. പണവും പ്രതാപവും അധികാരവും എല്ലാം മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് നയിച്ചേക്കാം. ദൈവം ആരെയാണ് കടാക്ഷിക്കുന്നത്? ഏശയ്യ 66:2 തിരുവചനം പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് എളിമയുടെ തലത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുഴികളിലേക്ക് തള്ളിവിട്ടു എന്ന് തിരുവചനം പറയുന്നുണ്ട്. മാലാഖയെ പിശാചാക്കി മാറ്റിയ പാപം അഹങ്കാരമായിരുന്നു. ദൈവത്തോടും മനുഷ്യരോടും ധിക്കാരത്തോടെ സംസാരിക്കുന്ന നമ്മിൽ പലപ്പോഴും അഹങ്കാരമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഉള്ളതിലധികം മേന്മ നടിക്കുന്നതും അഹങ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും മനുഷ്യരിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. യാക്കോബ് 4:6 നാം കാണുന്നുണ്ട്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു എന്ന്. ഏശയ്യ 66:2 നാം കാണുന്നത്, ആത്മാവിൽ എളിമയുള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. പ്രഭാഷകൻ പറയുന്നു, അഹങ്കാരിയുടെ വീഴ്ചയ്ക്ക് കാരണം നാവു തന്നെയാണ്. അഹങ്കാരം കൊലപാതകം പോലെയുള്ള തിന്മകളിലേക്ക് മനുഷ്യനെ നയിക്കും. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധഃപതനത്തിൻ്റെയും. അഹങ്കാരം മൂലം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ വലിയ കടങ്ങൾ വാങ്ങി വീടും ബിസിനസ്സും വാഹനങ്ങളും വാങ്ങുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവസാനം കെണിയിൽ വീണ എലിയെപ്പോലെ മാറുകയും ചെയ്യും. നാം എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അഹങ്കാരമില്ലാതെ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് വേണ്ടത്. അഹങ്കാരം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? അത് നാം അറിഞ്ഞിരിക്കണം. മനുഷ്യനുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അംഗീകരിക്കുന്നവർക്ക് അഹങ്കാരം മാറ്റിയെടുക്കാൻ കഴിയും. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. പ്രഭാഷകൻ 10:17-18 തിരുവചനങ്ങൾ വ്യക്തമാക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, നിനക്കെന്ത് പ്രത്യേക മേന്മയാണ് ഉള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? 1 പത്രോസ് 5:6-7 തിരുവചനങ്ങൾ 5-6 തിരുവചനങ്ങളിലൂടെ നമ്മോട് പത്രോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ എളിമ എന്ന പുണ്യത്തിൽ വളരാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് എളിമ എന്ന പുണ്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.